ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഉള്ളുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ മാത്രമേ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. പഞ്ചഗ്രന്ഥം എന്ന് പറയുന്നത് മറ്റു പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമല്ല. പുറപ്പാടിൻ്റെ പുസ്തകവും രാജാക്കന്മാരുടെ പുസ്തകവും തമ്മിൽ ബന്ധമുള്ളതുകൊണ്ടാണ് ഈ പുസ്തകങ്ങളെ എല്ലാം ഒരൊറ്റ ഗണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഹുക്മ ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവവചനത്തിൻ്റെ പൊരുളറിയാൻ, കർത്താവിൻ്റെ വചനത്തിൻ്റെ വാഹകരായിട്ട് മാറാൻ പരിശുദ്ധ റൂഹായുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ വചനങ്ങൾ ഓരോന്നും തന്നെ ബന്ധപ്പെട്ടാണ് ഇരിക്കുക. ഓരോ ജീവിത അനുഭവങ്ങളും കൂട്ടിപ്പിടിപ്പിച്ചാണ് വിശ്വാസത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് ഈ വചനത്തിലേക്ക് നോക്കാനുള്ള കൃപയാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുക. ഇതിൻ്റെ ഉള്ളിലുള്ള ദൈവശാസ്ത്രത്തെയാണ് നമ്മൾ മനസ്സിലാക്കുക. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ ഉള്ളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവശാസ്ത്ര സത്യങ്ങളെ ഉള്ളുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ മാത്രമേ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. ഓരോ പുസ്തകങ്ങളും എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തുടങ്ങി വെച്ചത്. ആ ചിന്തകളുടെ ഒരു തുടർച്ച എന്നോണമാണ് ഇനി വരുന്ന ഭാഗങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നത്. പ്രത്യേകമായി പെൻഡറ്റൗക്ക്, പഞ്ചഗ്രന്ഥം, ഹെക്സാറ്റൗക്ക്, 6 ഗ്രന്ഥങ്ങളുടെ സമാഹരണം എന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മൾ കടന്നു വന്നത്. ജോഷുവയിൽ അവസാനിക്കുന്ന പുസ്തകം അതൊരു ദൈവശാസ്ത്ര ചിന്തയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം സമാപിക്കുന്നത് ജോഷുവയുടെ പുസ്തകത്തിലായതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 50-ാമത്തെ അധ്യായത്തിൻ്റെ സമാപന വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ജോസഫ് പറയുന്ന ഒരു ഭാഗം, ഇസ്രായേൽ ജനത്തോട് പറയുന്ന ഒരു ഭാഗം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ്: ഞാൻ മരിക്കാൻ പോകുന്നു, അതിനാൽ ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഇവിടെ അടക്കം ചെയ്യപ്പെടുന്ന, ഈജിപ്തിൽ അടക്കം ചെയ്യപ്പെടുന്ന എൻ്റെ അസ്ഥികൾ നിങ്ങൾ വാഗ്ദാന ദേശത്തേക്ക് പോകുമ്പോൾ അതും കൂടി കൊണ്ടുപോകണം. ഈ ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ജോസഫ് തൻ്റെ സഹോദരന്മാർക്ക് കൊടുക്കുന്നത്. അതനുസരിച്ച് വാഗ്ദാന ദേശത്തേക്കുള്ളവരുടെ യാത്രയിൽ ഇസ്രായേൽ ജനം ജോസഫിൻ്റെ അസ്ഥികളുമായിട്ട് യാത്ര ചെയ്തു. അതിനെ വളരെ സ്നേഹത്തോടുകൂടി, ഹൃദ്യതയോടുകൂടി സംസ്കരിച്ചു എന്നുള്ളത് ജോഷുവയുടെ പുസ്തകം 24-ാമത്തെ അധ്യായത്തിൻ്റെ സമാപന വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ജോസഫിൻ്റെ അസ്ഥികളെ വീണ്ടും ജോഷുവയുടെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നതിനാൽ ഉൽപ്പത്തി പുസ്തകവും ജോഷുവയുടെ പുസ്തകവും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലൂടെ കടന്നു വരുന്ന, മറ്റു പുസ്തകങ്ങളിലൂടെ കടന്നു വരുന്ന ജോഷുവയുടെ പുസ്തകവുമായിട്ടുള്ള ബന്ധം വളരെയധികം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നു, ഇതൊരു ഹെക്സാറ്റൗക്കാണ്, 6 പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ്. മൂന്നാമതായിട്ട് നമുക്ക് ഈ പുസ്തകത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു 8 പുസ്തകങ്ങളുടെ സമാഹാരമായിട്ടാണ്. കാരണം ഇത് വികസിക്കുകയാണ്. ഈ പുസ്തകങ്ങൾക്ക് ഒരു അർത്ഥം കൊടുക്കുകയാണ്. പഞ്ചഗ്രന്ഥം എന്ന് പറയുന്നത് മറ്റു പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമല്ല, മറിച്ച് തൊറ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ, അല്ലെങ്കിൽ തൊറ എന്ന് പറയുന്ന ആ നിയമസംഹിതയുടെ ഒരു വ്യാഖ്യാനമാണ് മറ്റു പുസ്തകങ്ങൾ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ വിശുദ്ധ ഗ്രന്ഥ പഠനത്തിലൂടെ. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നയാറ്റൗക്ക്, 8 പുസ്തകങ്ങൾ. ആ 8 പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഉൽപ്പത്തിയിൽ ആരംഭിച്ച് രാജാക്കന്മാരിൽ അവസാനിക്കുന്ന 8 പുസ്തകങ്ങൾ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ആരംഭിക്കുന്ന ജൈത്രയാത്ര, വാഗ്ദാന ദേശത്തേക്കുള്ള ജൈത്രയാത്ര, അതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്. മോശ ഇസ്രായേൽ ജനതയെ വാഗ്ദാന ദേശത്തേക്ക് നയിച്ചതിന് പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഫറവോയുടെ മുമ്പിൽ മോശ നിൽക്കുമ്പോൾ ഫറവോ ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇസ്രായേൽ ജനതയെ കൊണ്ടുപോകുന്നത്? ഞങ്ങളുടെ ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്
ഞാൻ ഇസ്രായേൽ ജനതയെ വിട്ടുതരണം എന്ന് പറയുന്നത്. ഉടനെ ഫറവോ ചോദിക്കുകയാണ്, നിനക്ക് ഇവിടെ ആരാധന നടത്തിയാൽ പോരെ? ഇവിടെയും ദൈവമുണ്ടല്ലോ. ഉടനെ മോശ പറയുകയാണ്, പറ്റില്ല. ദൈവത്തിന് ആരാധന നടത്തേണ്ടത് അവൻ സ്ഥാപിച്ച സ്ഥലത്താണ്, അവൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്താണ്. കാനാൻ ദേശത്തിൽ ജെറുസലേം എന്ന് പറയുന്ന ദേശം എന്നുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. വീണ്ടും മോശയോട് ഫറവോ ചോദിക്കുന്നു, നിന്റെ പുരുഷന്മാർ മാത്രം പോയാൽ പോരെ? സ്ത്രീകളും കുട്ടികളും കന്നുകാലികളും ഒക്കെ ഇവിടെ നിൽക്കുകയില്ലേ? ഉടനെ മോശ പറയുന്നു ഇപ്രകാരമാണ്, അല്ല, എല്ലാറ്റിനോടും കൂടി ദൈവത്തെ ആരാധിക്കണം. ഈ ആരാധന പൂർണ്ണമാകുന്നത് വിശുദ്ധ നാട്ടിൽ അല്ലെങ്കിൽ കർത്താവ് സ്ഥാപിച്ച സ്ഥലത്ത് ദൈവാരാധന പൂർണ്ണമാകുന്നത് രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൻ്റെ ആ ഭാഗത്തോടു കൂടിയാണ്. 8-ാമത്തെ അധ്യായം ഒന്ന് വായിക്കണം. 1 രാജാക്കന്മാർ 8-ാമത്തെ അധ്യായം. സോളമൻ രാജാവ് ദേവാലയം നിർമ്മിക്കുകയും ആ ദേവാലയത്തിൽ വാഗ്ദാനത്തിൻ്റെ പെട്ടകം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ വാഗ്ദാന പെട്ടകം അവിടെ കൊണ്ടുവയ്ക്കുകയും അതിനു മുമ്പിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ഇസ്രായേൽക്കാർ അവരുടെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പുറപ്പാടിൻ്റെ ലക്ഷ്യമായി ദൈവാരാധന കണ്ടെങ്കിൽ ആ ദൈവാരാധനയുടെ പൂർണ്ണ രൂപം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പുറപ്പാടിൻ്റെ പുസ്തകവും രാജാക്കന്മാരുടെ പുസ്തകവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഉൽപ്പത്തി മുതൽ ഈ രാജാക്കന്മാരുടെ വരെയുള്ള പുസ്തകങ്ങൾ ഒരേ രീതിയിലാണ് സംയോജിപ്പിച്ചിരിക്കുക. പിന്നെ എന്തുകൊണ്ട് ഇതിനെ 8 പുസ്തകങ്ങൾ വിശേഷിപ്പിക്കുന്നു? കാരണം സാമുവേലിൻ്റെ 1-ാം പുസ്തകവും 2-ാം പുസ്തകവും രാജാക്കന്മാരുടെ 1-ാം പുസ്തകവും 2-ാം പുസ്തകവും ഒറ്റ പുസ്തകമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുക. സാമുവേലിൻ്റെ പുസ്തകത്തിൽ രാജാക്കന്മാരെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ശവൂൾ എന്ന് പറയുന്ന രാജാവ്, ദാവീദ് എന്ന് പറയുന്ന രാജാവ്, ഇവരെക്കുറിച്ചുള്ള പ്രതിപാദനങ്ങളാണുള്ളത്. രാജാക്കന്മാരുടെ പുസ്തകത്തിലാട്ടെ മറ്റ് രാജാക്കന്മാരെ കുറിച്ച്. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ സപ്തജിന്ത് പുസ്തകം അവൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇത് രാജാക്കന്മാരുടെ പുസ്തകങ്ങളാണ്. അപ്പോൾ ഈ 4 പുസ്തകത്തെ ഒന്നായിട്ട് കാണുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന റൂത്തിൻ്റെ പുസ്തകം, യഥാർത്ഥത്തിൽ ഹെബ്രായ ബൈബിളിൽ റൂത്തിൻ്റെ പുസ്തകം ഏറ്റവും അവസാനമാണ് കൊടുത്തിരിക്കുന്നത്. ഈ റൂത്തിൻ്റെ പുസ്തകം അത് ദാവീദ് രാജാവ് എങ്ങനെ കടന്നു വരുന്നു എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ പുസ്തകം, റൂത്തിൻ്റെ പുസ്തകം, മെഗില്ലോത്ത്, അത് പിന്നീട് എന്താണെന്ന് പറയുന്നതായിരിക്കും. ഇപ്രകാരം ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു ജീവിത ശൈലിയെ, അവരുടെ ലക്ഷ്യത്തിൻ്റെ പൂർണ്ണത നിൽക്കുന്ന ദൈവശാസ്ത്ര ചിന്ത കടന്നു വരുന്നതുകൊണ്ടാണ് പുറപ്പാടിൻ്റെ പുസ്തകവും രാജാക്കന്മാരുടെ പുസ്തകവും തമ്മിൽ ബന്ധമുള്ളതുകൊണ്ടാണ് ഈ പുസ്തകങ്ങളെല്ലാം ഒരൊറ്റ ഗണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിലൂടെയൊക്കെ നടക്കുന്നത് ദൈവാവിഷ്കരണം തന്നെയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഇൻസ്പിരേഷൻ, ദൈവ നിവേശിതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. കാരണം ഈ പുസ്തകങ്ങളിലൂടെയൊക്കെ ദൈവിക വെളിപാടിനെ കൃത്യതയോടുകൂടി അവതരിപ്പിച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഓരോ ദൈവിക വെളിപാടും ഒരു ചഞ്ചലിപ്പും കൂടാതെ, ഒരു ബുദ്ധിമുട്ടും കൂടാതെ കൃത്യതയോടുകൂടി ദൈവിക വെളിപാടിൻ്റെ വിശ്വാസ സത്യത്തെ മുഴുവനെയും ഈ വിശുദ്ധ ഗ്രന്ഥ പുസ്തകങ്ങളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നതായതുകൊണ്ടാണ് ഇതിനെ ദൈവ നിവേശിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഇനി നമുക്ക് ആദ്യത്തെ പുസ്തകങ്ങളിലേക്ക് പ്രവേശിക്കാം. ഞാൻ പറഞ്ഞു വന്ന ഈ പുസ്തകങ്ങളുടെ ഗണങ്ങളിലൊക്കെ പുറപ്പാടിൻ്റെ പുസ്തകത്തെ മുൻപിൽ നിർത്തിക്കൊണ്ടാണ് മറ്റു പുസ്തകങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്തത്. ഈ ഹെക്സാറ്റോക്ക് വന്നപ്പോഴും എന്നാറ്റോക്ക് വന്നപ്പോഴും ഒക്കെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ പ്രത്യേകത മനസ്സിൽ കൊണ്ടുകൊണ്ടാണ് പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകം എവിടെ പോയി? നമ്മൾ വിചാരിക്കും, ഇത് കേൾക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് തോന്നും, ഈ മനുഷ്യന് ഉൽപ്പത്തി പുസ്തകം അറിയത്തില്ല, പുറപ്പാട് മുതൽ വളരെ അറിയത്തുള്ളൂ എന്നതുകൊണ്ട് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ തുടങ്ങിയതാണെന്ന്. അല്ല, ഉൽപ്പത്തി പുസ്തകത്തെ ഞാൻ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ടാണ്. വിശുദ്ധ ഗ്രന്ഥത്തെ മുഴുവനെയും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. കാരണം പല രീതിയിൽ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് തിയോളജിക്കലായിട്ട്, ദൈവശാസ്ത്രപരമായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക.
രക്ഷാകര രഹസ്യത്തിൻ്റെ മുഴുവൻ്റെയും ഇൻട്രൊഡക്ഷൻ. ആരാണ് ദൈവം? ആ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? എന്താണ് മനുഷ്യൻ്റെ പ്രത്യേകത? ഇതിനെ ഒന്ന് കൃത്യമായിട്ട് അപഗ്രഥിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ദൈവശാസ്ത്ര ഇൻട്രൊഡക്ഷൻ പോലെ യഥാർത്ഥത്തിൽ ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1 മുതൽ 11 അധ്യായം വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അബ്രാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നീ 3 വ്യക്തികളെ ഒരു ഹിസ്റ്റോറിക്കൽ ഇൻട്രൊഡക്ഷനായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുക. കാരണം ഇസ്രായേൽ ജനം പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ സംഭവങ്ങളും അവർ വിശ്വാസത്തോടു കൂടി അപഗ്രഥിക്കുമ്പോൾ അവർ ചോദിക്കുകയാണ്, ആരാണ് ഞങ്ങളുടെ പൂർവികർ? ആ പൂർവികർ എന്തൊക്കെയാണ് ചെയ്തത്? ആ പൂർവികരുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ഇത് ചോദിക്കുമ്പോൾ ആരാണ് പൂർവികർ എന്നതിനെക്കുറിച്ചുള്ള ഉത്തരം തരുന്ന പുസ്തകമാണ് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേൽ ജനം അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച വലിയൊരു സംഗതിയാണ് പുറപ്പാട് എന്ന് പറയുന്ന സംഗതി. അല്ലെങ്കിൽ ക്ഷാമകാലത്ത് ജനം എങ്ങോട്ടേക്ക് പോയി? ഈജിപ്തിനെ അഭയം പ്രാപിച്ചു. ഈജിപ്തിൽ അവർ അടിമകളായിട്ട് നിന്നു. എന്നാൽ ദൈവമായ കർത്താവ് അവരെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചു. ഇത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇതെങ്ങനെയാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്? നമുക്കറിയാം, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം 10 തിരുവചനത്തിൽ ഇപ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്. അക്കാലഘട്ടത്തിൽ കാനാൻ ദേശത്ത് വലിയൊരു ക്ഷാമമുണ്ടായി. ആ ക്ഷാമം കാരണം അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായും സഹോദരനായ ലോത്തുമൊപ്പം ഈജിപ്തിനെ അഭയം പ്രാപിച്ചു. നോക്കിക്കേ, ഒരു ക്ഷാമമുണ്ടായി. കാനാൻ ദേശത്താണ്. അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായിയെയും സഹോദരനായ ലോത്തിനെയും കൊണ്ട് ഈജിപ്ത് ദേശത്തെ അഭയം പ്രാപിച്ചു. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ആ സംഭവങ്ങൾക്ക് ശേഷം ഫറവോ അബ്രഹാമിനും ഭാര്യ സാറായിക്കും ലോത്തിനും ഒക്കെ സമ്മാനങ്ങൾ നൽകി. കൂടെ ഹാഗാർ എന്ന് പറയുന്ന ഒരു വേലക്കാരിയും കൂടെ നൽകി ഈജിപ്തിൽ നിന്ന് പറഞ്ഞു വിടുകുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. നോക്കി, ഇതൊരു പുറപ്പാടിൻ്റെ അനുഭവമാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ പിതാവായ അബ്രഹാം എങ്ങനെ ഈജിപ്തിൽ പോയെന്നും ആ ഈജിപ്തിൽ നിന്ന് അവരെങ്ങനെ വാഗ്ദാന ദേശത്തേക്ക് തിരികെ വന്നത് എന്നുമുള്ളതിൻ്റെ പുറപ്പാടിൻ്റെ അനുഭവം. ഇത് അനുഭവിച്ചപ്പോൾ, ഇതുപോലെയുള്ള പുറപ്പാടിൻ്റെ അനുഭവം അനുഭവിച്ച ഒരു ഇസ്രായേൽ ജനം തങ്ങളുടെ പിതാക്കന്മാരനുഭവിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളെ മുൻപിൽ കാണുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് അവർക്ക് പ്രചോദനം കിട്ടുക. അതുകൊണ്ടാണ് ഇതിനെ ഹിസ്റ്റോറിക്കൽ ഇൻട്രൊഡക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് യാക്കോബ് സ്വന്തം ദേശമായ കാനാനിൽ നിന്ന് ഹാരാൻ എന്ന് പറയുന്ന ദേശത്തേക്ക് യാത്രയായി. ഹാരാൻ എന്ന് പറയുന്ന ദേശം, ആ ദേശത്തേക്ക് അദ്ദേഹം പോയപ്പോൾ 20 വർഷത്തോളം അവിടെ കിടന്നു. ഹാരാനിൽ വെച്ച് ഭാര്യ ലയ, ഭാര്യ റാഹേൽ, ബീല, സിൽഫ എന്നിങ്ങനെയുള്ള 2 ഉപനാരികൾ, അതുപോലെ തന്നെ 12 13 മക്കൾ, സ്വത്തുക്കൾ, പിന്നെ ആടുകൾ എല്ലാമായിട്ട് വാഗ്ദാന ദേശത്തേക്ക് തിരികെ വരുന്നു. നോക്കിക്കേ, ഇത് രണ്ടും പുറപ്പാടിൻ്റെ അനുഭവമാണ്. ഈ പുറപ്പാടിൻ്റെ അനുഭവത്തെ ഇസ്രായേൽക്കാർ തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആ രംഗങ്ങളാണ് യഥാർത്ഥത്തിൽ. ആ രംഗങ്ങളെ നോക്കി അവർ പൂർവ്വപിതാക്കന്മാരുടെ ജീവിതവുമായിട്ട് അനലൈസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഹിസ്റ്റോറിക്കൽ ഇൻട്രൊഡക്ഷൻ എന്ന് വിശേഷിപ്പിക്കുക. അതിൻ്റെ ഉള്ളിൽ വേറൊരു തിയോളജി ഉണ്ട്. നിങ്ങൾ വിചാരിക്കും അബ്രഹാത്തിനെയും യാക്കോബിനെയും പറഞ്ഞോളൂ, ഇസ്ഹാക്ക് എന്തിയെ? ആ പുള്ളിക്കാരനെ കുറിച്ച് അധികം പറയുന്നില്ലല്ലോ. ഇസ്ഹാക്ക് എന്ന് പറയുന്ന വ്യക്തി വാഗ്ദാനത്തിൻ്റെ പുത്രനാണ്. അവൻ ഒരിക്കലും ഈജിപ്തിലേക്ക് പോകാൻ പാടില്ല. അവൻ ഈ വാഗ്ദാന ദേശത്ത് മാത്രം തങ്ങി നിൽക്കാനുള്ളവനാണ്. ഈ ഒരു സത്യത്തെ ഇസ്രായേൽ ജനം വാഗ്ദാനത്തിൻ്റെ പുത്രനാണെന്നും വാഗ്ദാന ദേശത്ത് തിരികെ വന്ന് വസിക്കേണ്ടവനാണെന്നും
ആ വാഗ്ദാന ദേശത്ത് മാത്രമേ അവന് പോകാൻ പറ്റുകയുള്ളൂ എന്നുമുള്ള ഒരു വിശ്വാസ സത്യത്തെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള ഭാഗങ്ങൾ പിന്നീട് നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. അപ്പം ഇതുപോലെ ഈ ഉൽപ്പത്തി പുസ്തകത്തെ ഞാൻ കാണുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനും, രണ്ട്, ഹിസ്റ്റോറിക്കൽ ചരിത്രപരമായ ഒരു ഇൻട്രൊഡക്ഷനും. ആ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിലൂടെ ഇസ്രായേലിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. ഇതാണ് ഉൽപ്പത്തി പുസ്തകം. ഇനി ഉൽപ്പത്തി പുസ്തകത്തിലെ ധാരാളമായിട്ടുള്ള ചോദ്യങ്ങൾ കടന്നു വരാം, ഇഷ്ടം പോലെ ചോദ്യങ്ങൾ കടന്നു വരാം. ഈ പുസ്തകം എഴുതപ്പെടുന്ന സാഹചര്യം, എല്ലാ പുസ്തകങ്ങളും എഴുതപ്പെട്ടിരിക്കുന്ന സാഹചര്യം ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ ബാബിലോൺ പ്രവാസ കാലഘട്ടത്തിലാണ്. ബാബിലോൺ പ്രവാസ കാലഘട്ടം ഇസ്രായേലിൻ്റെ മതജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ അവരുടെ സംസ്കാരങ്ങൾ കടന്നു വരിക, ബാബിലോൺ സംസ്കാരങ്ങളിലൂടെ കടന്നു വരുന്നത്. ബാബിലോൺ സംസ്കാരങ്ങളിലേക്ക് നമ്മൾ കാണാൻ സാധിക്കുക, ഈ സംസ്കാരങ്ങളുടെ ഒക്കെ മുൻപിൽ നിർത്തിക്കൊണ്ട്, ബാബിലോണിലെ മിത്തോളജികളെയൊക്കെ മുമ്പിൽ നിർത്തിക്കൊണ്ട് യഥാർത്ഥ വിശ്വാസത്തെ ഈ വിശുദ്ധ ഗ്രന്ഥകാരൻ ഇസ്രായേൽ ജനത്തിന് പകർന്നു കൊടുക്കുന്ന ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം. ഒന്നുകൂടെ പറയാം, ബാബിലോൺ പശ്ചാത്തലത്തിൽ, എല്ലാ പുസ്തകങ്ങളും ബാബിലോൺ പശ്ചാത്തലത്തിലാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ അധ്യായങ്ങൾ ബാബിലോൺ പശ്ചാത്തലത്തിൽ അവരുടെ മിത്തോളജിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പിൽ നിർത്തിക്കൊണ്ട് ആ മിത്തോളജിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് സത്യവിശ്വാസത്തെ ജനതയുടെ മുമ്പിൽ, ഇസ്രായേൽ ജനതയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിലൂടെ ആരാണ് ദൈവം, എന്താണ് ദൈവം എന്നതിനെക്കുറിച്ചുള്ള ഒരു വിചിന്തനമാണ് യഥാർത്ഥത്തിൽ കർത്താവ് നമുക്ക് ഇതിലൂടെ നൽകുക. അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് ഇതിനെ നമ്മൾ കാണുക. ഈ പുസ്തകത്തിൽ നമ്മൾ പറയുന്ന പേര് ജെനേസിസ്, ഇംഗ്ലീഷിൽ പറയും. എന്നാൽ ഹെബ്രായ ഭാഷയിൽ ഇതിന് കൊടുത്തിരിക്കുന്ന പേര് ബെറഷീത്ത് എന്നാണ്. കാരണം ഇത് ആരംഭിക്കുന്നത്, ഈ പുസ്തകം ആരംഭിക്കുന്നത് ഹെബ്രായ ഭാഷയിലെ ബെറഷീത്ത് എന്ന വാക്കുകൊണ്ടാണ്. അതിൻ്റെ അർത്ഥം ഇൻ ദ ബിഗിനിങ് എന്നാണ്, ആരംഭം എന്നാണ്. ആ ആരംഭം എന്നുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുന്നതിലൂടെ ഈ പുസ്തകത്തിൻ്റെ എന്തിൻ്റെ ആരംഭമാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു സൂചന നമുക്ക് നൽകുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഗ്രീക്ക് ഭാഷയിലേക്ക് വന്നപ്പോൾ ഗനേസിസ് എന്നുള്ള വാക്ക് വന്നു. ആ വാക്കിൻ്റെ അർത്ഥമാകട്ടെ ആരംഭമാണ്. അപ്പോൾ ഇത് കാണുന്ന ഒരാൾക്ക് എന്തിൻ്റെ ആരംഭമാണ് എന്നതിനെക്കുറിച്ചുള്ള ചോദ്യം വരും. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് യഥാർത്ഥത്തിൽ ഈ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്നത്. എന്തിൻ്റെ ആരംഭമാണ്? ഇസ്രായേൽ ജനതയുടെ ആരംഭമാണിത്. ഒരു ജനതയുടെ ആരംഭം. നമ്മൾ വിചാരിക്കും ഇത് ലോകത്തിൻ്റെ മുഴുവൻ്റെ ആരംഭമാണ്. അതിലുപരിയായി ഇസ്രായേൽ ജനത തങ്ങളുടെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആരംഭത്തെ ഇവിടെ അവതരിപ്പിക്കുക. എങ്ങനെയാണ് ഞങ്ങളുണ്ടായത്? ഇപ്പോഴും ഓർത്തോളം ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ബാബിലോൺ പ്രവാസ കാലഘട്ടമാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഇസ്രായേൽ ജനം ചിന്തിക്കുക, ഞങ്ങളാരാണ്, അല്ലേ? ഞങ്ങളാരാണ്, എങ്ങനെയുണ്ടായി, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിനെക്കുറിച്ചുള്ള ഒരു വിശാലമായിട്ടുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിലൂടെ നമുക്ക് നൽകുക. അപ്പം ഇവിടെ നമ്മൾ കാണുന്ന ഈ ഉൽപ്പത്തി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്ന സംഗതി എന്തിൻ്റെയൊക്കെ ബിഗിനിങ്ങാണ്? നമ്മൾ കാണുന്നത് ഒരു ലോകത്തെ മുഴുവനെയും ഉണ്ടാക്കുന്നു, ഏദൻ തോട്ടത്തെ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യനെ സൃഷ്ടിക്കുന്നു, മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ കൊണ്ടാക്കുന്നു. അതിനുശേഷം മനുഷ്യന് കൽപ്പനകൾ കൊടുക്കുന്നു, കൽപ്പനകളുടെയൊക്കെ ആരംഭം. അതിനുശേഷം കൽപ്പനകളെ ലംഘിക്കുന്നു, പാപത്തിൻ്റെ ആരംഭം. പാപത്തിൻ്റെ ആരംഭത്തിലൂടെ കടന്നു വന്നിരിക്കുന്നു. പാപം ചെയ്ത് മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും ഇതാ ദൈവം മനുഷ്യനെ ശിക്ഷണത്തിന് വിധേയമാക്കുന്നു. അങ്ങനെ ശിക്ഷണത്തിന് വിധേയമാക്കുന്ന മനുഷ്യൻ വീണ്ടും
ആ ശിക്ഷണമൊക്കെ സ്വീകരിച്ച് തിരികെ വരുമ്പോഴത്തേക്കിനും പുതിയൊരു ആരംഭം കൊടുക്കുന്നു. ആ ആരംഭത്തിലൂടെ പുതിയൊരു ജനത കടന്നു വരുന്നു. നോക്കിക്കേ, ഇത്രയുമാണ് ഇതിൻ്റെ ആരംഭമായിട്ട് നിൽക്കുന്നത്. മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് ഇതിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൻ്റെ ആരംഭം എങ്ങനെയാണ് ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചത്, അതുപോലെ തന്നെ ദൈവം ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തെ രൂപപ്പെടുത്തിയപ്പോൾ അവനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചെന്നും അതുപോലെ തന്നെ അവനെ ഏദൻ തോട്ടത്തിൽ കൊണ്ടുവന്ന് നിർത്തിയെന്നും അതിലൂടെ പുതിയ നിയമങ്ങൾ അവന് കൊടുത്തെന്നും ആ നിയമങ്ങളിലൂടെ ഇസ്രായേൽ ജനത വളർന്നു വന്നെന്നും അതിനിടയ്ക്ക് അവർ പാപം ചെയ്തെന്നും പാപം ചെയ്യുന്നതിലൂടെ ദൈവമായ കർത്താവ് അവർക്ക് ശിക്ഷണം കൊടുത്തെന്നും ആ ശിക്ഷണത്തിലൂടെ ഇസ്രായേൽ ജനത വീണ്ടും പുതിയൊരു ജനമായിട്ട് കടന്നു വന്ന് ആ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറി എന്നുമുള്ള ഒരു ചിന്തയാണ്, ഉൽപ്പത്തിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇൻട്രൊഡക്ഷൻ ടു ദ തിയോളജിക്കൽ ഇൻട്രൊഡക്ഷൻ എന്ന് പേരിൽ അറിയപ്പെടുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിന് മുഴുവൻ്റെയും ഒരു തിയോളജിക്കൽ ഇൻട്രൊഡക്ഷനാണ്. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ മാത്രം കാണുന്ന ഒരു വലിയൊരു പ്രതിഭാസമുണ്ട്. മറ്റു പുസ്തകങ്ങളിലൊക്കെ നമുക്ക് ഓരോ ഭാഗങ്ങളെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ വേണം. പക്ഷേ ഉൽപ്പത്തി പുസ്തകത്തെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വളരെയധികം രസകരമാണ് മനസ്സിലാക്കാൻ വേണ്ടി. അതിനൊരു ചെറിയൊരു മെത്തഡോളജി ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ തന്നിട്ടുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ എന്താണ് കാണുന്നത്? ദീസ് ആർ ദ ജീനിയോളജി ഓഫ് ഹെവൻ ആൻഡ് എർത്ത് എന്നാണ് പറയുന്നത്. അതായത് ഒരു തൊലദോത്ത് എന്നാണ് അതിനെ ഹീബ്രു ഭാഷയെ പറയുക. ദീസ് ആർ ദ ജീനിയോളജി ഓഫ് ദ ഹെവൻ ആൻഡ് എർത്ത്. അതായത് 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വർഗവും ഭൂമിയും ദൈവമായ കർത്താവ് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഓരോ ദിവസത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞതിന് ശേഷം പറയുകയാണ് ദിസ് ഈസ് ദ ജീനിയോളജി ഓഫ് ദ ഹെവൻ ആൻഡ് എർത്ത്. ഇതാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഒക്കെ വംശാവലി. ഇതാണ് നോക്കിയത്. അതിലൂടെ ആ വംശാവലി എന്ന് പറയുന്ന അവസ്ഥയിലൂടെ ഈ മുഴുവൻ മുമ്പ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സമ്മറൈസ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിലായിരിക്കണം. 5-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ വാക്യത്തിൽ ദിസ് ഈസ് ദ ബുക്ക് ഓഫ് ദ ജീനിയോളജി ഓഫ് ആദം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുക. ദിസ് ഈസ് ദ ബുക്ക് ഓഫ് ദ ജീനിയോളജി ഓഫ് ആദം. 5-ാം അധ്യായത്തിലേക്ക് വരുന്നതിന് മുമ്പ് 2-ാമത്തെ അധ്യായം മുതൽ ദൈവമായ കർത്താവ് മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചതിന് ശേഷം ആദത്തെ സൃഷ്ടിച്ചു, ഹവ്വായെ സൃഷ്ടിച്ചു. അതിനുശേഷം കായേനും ആബേലും തമ്മിലുള്ള ബന്ധം കാണുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ലാമക്കിൻ്റെ പാപത്തെക്കുറിച്ച് കാണുന്നു. അങ്ങനെ പാപം ചെയ്ത ജനത്തെ നമ്മൾ കാണുമ്പോൾ വീണ്ടും പറയുകയാണ് ഇതാണ് ബുക്ക് ഓഫ് ദ ജീനിയോളജി ഓഫ് ആദം. ആദത്തിൻ്റെ ജീനിയോളജി അവതരിപ്പിച്ചിരിക്കുന്നു. അത് എവിടെ കൊണ്ട് നിർത്തുന്നു? ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. ആ പുസ്തകം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളുടെ സമ്മറി അവതരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന സംഭവങ്ങളുടെയൊക്കെ ഒരു മുന്നാസ്വാദനമായിട്ട് അവതരിപ്പിക്കുന്നു. ആ ജീനിയോളജി അല്ലെങ്കിൽ വംശാവലി എത്തി നിൽക്കുന്നത് നോഹ എന്ന് പറയുന്ന വ്യക്തിയിലാണ്. അപ്പം നോഹ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ ഒരു വംശാവലി വിവരണം എത്തി നിൽക്കുകയാണ്. വീണ്ടും നോഹയിലൂടെ പുതിയ ഒരു വംശാവലി ആരംഭിക്കുന്നു. 6-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ വാക്യത്തിൽ നോഹയിലൂടെ പുതിയ വംശാവലി ആരംഭിക്കുന്നു. നോഹയ്ക്ക് 3 മക്കൾ, ഷേം, ഹാം, യാഫത്ത്. അവരിലൂടെ പുതിയ വംശാവലി, അതായത് ഒരു വലിയ ഫ്ലഡ് സ്റ്റോറി, അതായത് ജലപ്രളയത്തിൻ്റെ കഥ പറയുന്നു. ആ പറയുന്ന കഥയിലൂടെ പുതിയൊരു യുഗത്തെ അവതരിപ്പിക്കുന്നു. ഇങ്ങനെയാണ് ഈ പുസ്തകം രൂപപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ ഓരോ അധ്യായങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നത്. അല്ലാതെ ഒരു സ്റ്റോറി കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേറെ അടുത്ത സ്റ്റോറി അല്ല. ഓരോ സ്റ്റോറികളും ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി. ഇതിനൊക്കെ ധാരാളം സമയം വേണം, വായിക്കാൻ സമയം വേണം, പഠിക്കാൻ സമയം വേണം. അത് കൂടുതലായിട്ട് ഈ അവസരത്തിൽ പ്രയോജനപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ പുസ്തകത്തിൻ്റെ ഈ 1-ാമത്തെ അധ്യായം മുതൽ
ഇനിയൊന്ന് വായിച്ചു വരാം. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം മുതൽ വായിച്ച് അതിൻ്റെ ഉള്ള് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ അവസരത്തിൽ പരിശുദ്ധ റൂഹായോട് അപേക്ഷിക്കുകയും ചെയ്യാം. ആമേൻ. ഹുക്മ ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം.